നമസ്കാരം. റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഡിസംബർ 4-5 തീയതികളിൽ ഇന്ത്യൻ തലസ്ഥാനം സന്ദർശിക്കാൻ ഒരുങ്ങുന്നതോടെ ലോകശ്രദ്ധ ഇന്ത്യയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യൻ നേതാവിന്റെ ഇന്ത്യയിലേക്കുള്ള ആദ്യ സന്ദർശനമാണിത്. ദീർഘകാലമായി നിലനിൽക്കുന്ന സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുക എന്നതാണ് സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ റഷ്യയുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ S-400 ട്രയഫ് റെജിമെന്റുകൾ പുതിയതായി വാങ്ങുന്നതിനെക്കുറിച്ചും അതിന്റെ അടുത്ത തലമുറ അതിന്റെ വകഭേദമായ അതായത് S-500 സംബന്ധിച്ച കരാർ ചർച്ചകളും പ്രധാന അജണ്ടകളായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. റഷ്യയുടെ അൽമാസ് സെൻട്രൽ ഡിസൈൻ ബ്യൂറോ വികസിപ്പിച്ചെടുത്ത ദീർഘദൂര സർഫസ് ടു എയർ മിസൈൽ സംവിധാനമാണ് S-400. നാറ്റോ സൈനികർ ഇതിനെ SA-21 ഗ്ലൗറർ എന്ന് വിളിക്കുന്നു. ഡ്രോണുകൾ, അതോടൊപ്പം തന്നെ സെൽത്ത് വിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ഏതൊരു വ്യോമ ഭീഷണികളെയും ഒരേ സമയം കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നശിപ്പിക്കാനും കഴിവുള്ള ലോകത്തിലെ ഏറ്റവും നൂതനമായ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നായി ഇത് കാണപ്പെടുന്നുണ്ട്. 2007 ഇത് പ്രവർത്തനക്ഷമമാക്കിയത്. S-400 ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ വിശാലമായ കവറേജാണ്. ഇതിന് 400 കിലോമീറ്റർ വരെ ദൂരപരിധിയിലും 300 കിലോമീറ്റർ വരെ ഉയരത്തിലും ലക്ഷ്യങ്ങളെ നേരിടാൻ കഴിയും. അത് അമേരിക്ക വികസിപ്പിച്ച ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റത്തേക്കാൾ അപകടകാരിയാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. കൂടാതെ ഈ സംവിധാനത്തിന് 160 ലക്ഷ്യങ്ങൾ വരെ ട്രാക്ക് ചെയ്യാനും 72 ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാനും സാധിക്കും. US നിർമ്മിത സിസ്റ്റങ്ങളെ അപേക്ഷിച്ച് 5 മിനിറ്റിനുള്ളിൽ വിന്യസിക്കാൻ കഴിയും എന്നതാണ് ഇതിന്റെ വലിയ നേട്ടം. S-400 സംവിധാനം 4 പ്രധാന ഘടകങ്ങൾ ചേർന്നതാണ്. ഒരു ദീർഘദൂര നിരീക്ഷണ റഡാർ, ഒരു വാഹനത്തിൽ ഘടിപ്പിച്ച കമാൻഡ് ആൻഡ് കൺട്രോൾ പോസ്റ്റ്, ഒരു എൻഗേജ്മെന്റ് റഡാർ, മിസൈലുകൾ വഹിക്കുന്ന ഒരു ലോഞ്ച് വെഹിക്കിൾ എന്നിവയാണ്. വ്യത്യസ്ത ദൂരപരിധികൾക്കായി ഇതിന് 4 തരം മിസൈലുകളുണ്ട്. 40 കിലോമീറ്റർ പരിധിയിലുള്ള ഹ്രസ്വദൂര മിസൈൽ, 120 കിലോമീറ്റർ പരിധിയിലുള്ള മധ്യദൂര മിസൈൽ, 250 കിലോമീറ്റർ പരിധിയിലുള്ള ദീർഘദൂര മിസൈൽ, 400 കിലോമീറ്റർ പരിധിയിലുള്ള വളരെ ദീർഘദൂരമായ മിസൈൽ. അഭ്യാസങ്ങളിലും പരീക്ഷണങ്ങളിലും ശത്രു വിമാനങ്ങൾക്കെതിരെ 80% വരെ ലക്ഷ്യം അത് തകർക്കാനുള്ള കഴിവ് ഈ മാരക ആയുധത്തിനുണ്ട്. 2018 ഇന്ത്യ $5 ബില്യൺ ചെലവിൽ 5 സ്ക്വാഡ്രൺ S-400 വാങ്ങാൻ റഷ്യയുമായി കരാറിലെത്തിയത്. 2021 ഡെലിവറികൾ ആരംഭിച്ചു. റഷ്യയിൽ നിന്ന് പ്രധാന ഹാർഡ്വെയറുകൾ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്ന US-ന്റെ കാറ്റ്സ അതായത് കൗണ്ടറിംഗ് അമേരിക്കാസ് അഡ്വൈസറീസ് ത്രൂ സാങ്ഷൻ ആക്ട് എന്ന നിയമം ഇന്ത്യയുടെ ഈ കരാറിന് ഒരു വെല്ലുവിളിയായി മാറി. എന്നാൽ രാജ്യത്തിന്റെ വ്യോമാതിർത്തി സംരക്ഷിക്കാൻ S-400 നിർണായകമാണെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യ അമേരിക്കൻ ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ വിസമ്മതിച്ചു. ഒടുവിൽ 2022 ജനുവരിയിൽ അമേരിക്കൻ പ്രതിനിധി സഭ ഇന്ത്യക്ക് കാറ്റ്സ ഉപരോധങ്ങളിൽ നിന്ന് ഇളവ് അനുവദിച്ചുകൊണ്ട് ഭേദഗതി പാസ്സാക്കുകയാണ് ഉണ്ടായത്. ഇന്ത്യയിൽ സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന S-400 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ദൂറിൽ ആദ്യമായി വിജയകരമായി വിന്യസിക്കപ്പെട്ടു. ഇന്ത്യൻ വ്യോമസേനാ മേധാവിയുടെ അഭിപ്രായത്തിൽ S-400 ഒരു ഗെയിം ചേഞ്ചർ തന്നെയായിരുന്നു. അതിന്റെ റേഞ്ച് കാരണം പാക് വിമാനങ്ങളെ ദീർഘദൂര ഗ്ലൈഡ് ബോംബുകൾ ഉപയോഗിക്കാൻ കഴിയാത്തത്ര അകലെ നിർത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു. പുടിന്റെ സന്ദർശനത്തിൽ നിലവിലുള്ള S-400 റെജിമെന്റുകൾ വികസിപ്പിക്കുന്നതിനോടൊപ്പം അതിന്റെ കൂടുതൽ നൂതനമായ പതിപ്പായ S-500 പ്രൊമിത്യൂസ് വാങ്ങാനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. S-400 അടുത്ത തലമുറ വകഭേദമായാണ് S-500 കണക്കാക്കുന്നത്. ഇതിന് 600 കിലോമീറ്റർ വരെ ദൂരപരിധിയും 200 കിലോമീറ്റർ വരെ ഉയരത്തിൽ ഭീഷണികളെ നേരിടാനുള്ള ശേഷിയുമുണ്ട്. വിമാനങ്ങൾ, ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ എന്നിവയ്ക്ക് പുറമെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെയും ഹൈപ്പർസോണിക് ഗ്ലൈഡ് വിമാനങ്ങളെയും പ്രതിരോധിക്കാൻ S-500 കഴിയുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ചൈനയുടെ J-20 യുദ്ധവിമാനങ്ങളെ വെടിവെക്കാൻ കഴിവുള്ള 77N6N1 മിസൈലുകൾ S-500 വിന്യസിക്കുന്നുണ്ടെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ സാങ്കേതികമായി ഏറെ മുന്നിലാണെങ്കിലും S-500 S-400 വിലയേറിയതും പരിപാലിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതും ചെലവേറിയതുമാണ്. മോദിയും പുടിനും തമ്മിലുള്ള ഈ ഉന്നതതല ചർച്ചകൾ S-500 കരാർ ഉറപ്പിക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും S-400 സഹായത്താൽ ഇന്ത്യ ഇതിനോടകം തന്നെ ശക്തമായ വ്യോമ പ്രതിരോധ ശേഷി കൈവരിച്ചു കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.